ഹലോ ഓൾ ദിവ്യസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അമ്മയായതിനു ശേഷം എന്തൊക്കെ ചേഞ്ചസ് ആണ് എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ളതെന്നുള്ളതാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പ്രയോറിറ്റി ഷിഫ്റ്റ് ആണ്. അതായത് ഇത്രയും കാലം എൻ്റെ കാര്യങ്ങളായിരുന്നു മുൻതൂക്കം. അതായത് ഫസ്റ്റ് ഞാൻ എൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു, ബാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ഓർഗനൈസ് ചെയ്യുന്നു, അങ്ങനെയായിരുന്നു. ഇന്നിപ്പം കുഞ്ഞിൻ്റെ ടൈം അനുസരിച്ചാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പോകുന്നത്. അതിപ്പോൾ എൻ്റെ കുളി അടക്കമാണെങ്കിലും എല്ലാ കാര്യങ്ങളും കുഞ്ഞ് എഴുന്നേൽക്കുന്നുണ്ടോ കുഞ്ഞ് ഉറങ്ങുന്നുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ട് മാറിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സ്ലീപ്പിംഗ് പാറ്റേണിൽ വന്നിട്ടുള്ളൊരു ചേഞ്ചാണ്. അതായത് ഞാൻ ആക്ച്വലി ഒരു ഏർലി ബേർഡാണ്. എനിക്ക് എന്താ പറയുക, നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതായിരുന്നു. ഒരു 5:30-6 മണിയാകുമ്പോഴേക്കും ഞാൻ എഴുന്നേൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ നേരം തുടങ്ങുന്നത് തന്നെ ഒരു 9:30 ആ സമയത്താണ് ഞാൻ എഴുന്നേൽക്കുന്നത് തന്നെ. കാരണം എൻ്റെ കുഞ്ഞിന് ആക്ച്വലി ഒരു ഡിമാൻഡ് ഫീഡിങ് ആണ്. അപ്പോൾ രാത്രി ഒത്തിരി നേരം ഫീഡ് ചെയ്യാനൊക്കെ ആയിട്ട് എഴുന്നേറ്റിട്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ആവുന്നതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാനും വൈകുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് റെസ്പോൺസിബിലിറ്റിയാണ്. എൻ്റെ റെസ്പോൺസിബിലിറ്റി കുറച്ചുകൂടി കൂടിയതായിട്ട് തോന്നുന്നുണ്ട്. എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല, കുഞ്ഞിൻ്റെ ഡയപ്പർ ചേഞ്ച് ചെയ്യണം, ആളെ ഫീഡ് ചെയ്യണം, ആളുടെ നീഡൊക്കെ നമ്മൾ ഫസ്റ്റ് വെക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഒരു പൈസയാണെങ്കിൽ പോലും ഇപ്പോൾ ചിലവാക്കുമ്പോൾ കുറേ കൂടെ ഞാൻ എന്താ പറയുക കോൺഷ്യസ് ആവാറുണ്ട്. നാളെ കുഞ്ഞിന് വേണമല്ലോ, അവൾക്ക് എൻ്റെ കാര്യങ്ങൾക്ക് വേണമല്ലോ എന്നൊരു തോട്ട് ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മേ ബി അതൊരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിരിക്കാം. എങ്കിൽ കൂടെ എപ്പോഴും ഇമോഷണൽ ആവുക, മൂഡ് സ്വിങ്സ് വരിക, പെട്ടെന്ന് കരയുക, പെട്ടെന്ന് എന്താ പറയുക, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഒക്കെ പെട്ടെന്ന് മാറി ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിലേക്ക് വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ളൊരു ചേഞ്ചാണ് കേട്ടോ. കാരണം ഇത്രയും കാലം ഞാൻ എഴുന്നേൽക്കുന്നു, എൻ്റെ ഒരു ഡെയിലി റുട്ടീൻസൊക്കെ തീർക്കുന്നു. അത് കഴിയുമ്പം ഞാൻ എൻ്റേതായിട്ടുള്ള പ്രെയർ ആണെങ്കിലും ജേർണലിംഗ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ടൈം കൊടുക്കുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വളരെ ലേറ്റ് ആയിട്ടാണ്. അതിനനുസരിച്ച് പിന്നെ ഒരു എഴുതി തയ്യാറാക്കിയ പോലെ അത്രയും ടൈറ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ടൈമിൽ നടന്നില്ലെങ്കിൽ പിന്നെ ആ ഒരു ഡേ തന്നെ ആകെ ഡിസോർഡർ ആവുന്ന പോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പം ഒരു മൊത്തത്തിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ തന്നെ ഇപ്പോൾ ചേഞ്ച് ചെയ്തു. ഈ ലാസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് കോമൺ, എല്ലാവർക്കും ഉള്ളതാണ്, ഫിസിക്കലി വരുന്ന ചേഞ്ചസ് അല്ലേ. അതായത് നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ബോഡി ഷേപ്പ് ആണെങ്കിലും നമുക്ക് സ്കിൻ ആണെങ്കിലും ഒക്കെ കുറച്ചുകൂടെ സ്ട്രെച്ച് മാർക്കും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ നമ്മുടെ കുറച്ച് ചെറിയ തോതിൽ ഹെയർ ഫോള് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഈറ്റിംഗ് തന്നെ ഇപ്പം ഫീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക ഒട്ടും തന്നെ ഫുഡിനെ കുറിച്ചൊന്നും അത്ര കോൺഷ്യസ് അല്ല. എല്ലാം കഴിക്കുക, നമ്മുടെ വിശപ്പ് നല്ല വിശപ്പ്, അതുകൊണ്ട് തന്നെ നല്ലോണം ഫുഡ് കഴിക്കുക, വെയിറ്റ് ഗെയിൻ ചെയ്യുക, അങ്ങനെ ഫിസിക്കലി സ്വാഭാവികമായിട്ടും കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് കൂടാതെ എന്തെങ്കിലും അമ്മയായപ്പം അല്ലെങ്കിൽ നിങ്ങളിത് അമ്മമാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മദർഹുഡിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ളൊരു മേജർ ചേഞ്ച് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. താങ്ക്